ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരാളിന് ബുള്ളറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. ബുള്ളറ്റ് ലവറാണ് കേട്ടോ. അങ്ങനെ ബുള്ളറ്റ് ഒരു ഫ്രണ്ടിൻ്റെ ആണ് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചിട്ടൊക്കെ പോയി. ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടി ഉണ്ടായിക്കൊണ്ടിട്ട് പിന്നെ ഒരു ബുള്ളറ്റിൻ്റെയും കൂടി ആവശ്യമില്ല ഗൈസ്. അതുകൊണ്ടിട്ട് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒത്തൊന്നും കയറിയിട്ടൊക്കെ ഇങ്ങോട്ട് വന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തോട്ട് പോവുകയാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, എനിക്കൊരു സാധനമൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഉത്സവം ഞങ്ങൾ പോകുന്നതിന് തലയ്ക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങളുടെ ജംഗ്ഷനിലുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇടത് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് വന്ന് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് നോമ്പ് തുറന്നിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ 7:15 7:30 ആയി ഏകദേശം. 8 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഷോപ്പ് ക്ലോസ് ചെയ്യും. അങ്ങനെ ഷോപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയില്ലുള്ളൂ. അപ്പോൾ ഇക്ക പെട്ടെന്ന് തന്നെ പോയി വെള്ളം മേടിച്ചുകൊണ്ട് വന്നു ഗൈസ്. വെള്ളം മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് കുടിക്കാമല്ലോ. നോമ്പ് തുറന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിയില്ല. വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് രണ്ടുപേരും പിറകെ ഇരിപ്പുണ്ട്. അവർ രണ്ടുപേരും കൂടി പിറകെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ആറ്റിങ്ങിലാണ് കേട്ടോ പോയത്. ആറ്റിങ്ങിൽ പോകാനായിട്ട് പ്ലാൻ ഇട്ടപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് ആലങ്കോട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ആലങ്കോട് നിന്നാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത്. അങ്ങനെ നേരെ നമ്മൾ ജ്വല്ലറിയിലെത്തി. അവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഒക്കെ നോമ്പൊക്കെ തുറന്നിട്ടിരിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കയറി. എനിക്കൊരു ചെറിയൊരു മോതിരം മേടിക്കാനാണ് കേട്ടോ, വേറെ ഒന്നിനുമല്ല. അപ്പം റമദാനിൽ ആദ്യത്തെ ഗിഫ്റ്റ് എൻ്റെ ഇക്കാടെ വകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നമ്മുടെ വണ്ടി എടുത്തായിരുന്നു, പഞ്ചീവി എടുത്തായിരുന്നു. അപ്പോൾ ഈ വർഷം ഇക്കാൻ്റെ വക ഒരു മേടിക്കാനായിട്ട് ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടോ. മൊബൈൽ ഇതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ലാസ്റ്റ് നമുക്കൊരു ജസ്റ്റ് ഒരു മോതിരമല്ലേ, അപ്പോൾ പെട്ടെന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ മോതിരമാണ് ഇക്കായും എനിക്കും കൂടി ഇഷ്ടപ്പെട്ടത്. ഇക്കാക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോതിരം, നല്ല ഭംഗിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് കാര്യം ഇക്കായാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. അപ്പോൾ മോളെടുത്ത് ആ ചേട്ടൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഫുള്ളും പുഷിനെ എപ്പോഴും മാറിപ്പോകും ഗൈസ്. എനിക്ക് അത് അവന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്കും ഒരാൾക്ക് വാശി തുടങ്ങി, അവനിക്ക് മോതിരം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു മോൻ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. എന്ത് വേണോ മോതിരം കിട്ടാൻ ഞാൻ അങ്ങനെ ഭയങ്കര ചിരിയായിരുന്നു. മോക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, അവൻ്റെ വാശിക്കൊത്തിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ബ്രൈറ്റ് ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. വീട്ടിൽ ചോറ് ഉണ്ട്, എന്നാലും പറഞ്ഞ് ഫുഡ് കൂടി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇക്കായും ഞാനും മക്കളും കൂടി നമ്മൾ കയറി കേട്ടോ. അവിടെ നമ്മൾ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴേ അവിടെ നട്ട്സും സ്ക്വാഷും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഹോട്ടലിൻ്റെ അകവും നല്ല സെറ്റാണ് കേട്ടോ. രാത്രിയാണ് അടിപൊളി ഭംഗിയായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ 4 പേരുടെ അടുത്ത് കയറി. അവിടുത്തെ ഫുഡ്സ് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഫസ്റ്റ് ഇക്ക കോഫിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം കോഫിയാണ് കേട്ടോ ഫസ്റ്റ് കൊണ്ടുവന്നത്. അപ്പം ചായ കുടിച്ചായിരുന്നു. അങ്ങനെ ഇത് കോഫി മോനും ഇക്കായും കൂടി കുടിക്കാൻ കഴിച്ചു. പിന്നെ എനിക്ക് നമ്മുടെ പ്ലേറ്റൊക്കെ വന്നു. പ്ലേറ്റ് വന്നതിന് ശേഷം നമ്മളിന്ന് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴി നിറച്ചതോ കോഴി നിറച്ച് പൊരിച്ചത്, അങ്ങനെയാണ് കേട്ടോ സംഭവത്തിൻ്റെ പേര്. അതിൻ്റെ അകത്ത് തന്നെ എക്സ്ട്രാ 3 പെറോട്ടയുണ്ട്, മൈനോണൈസ് ഉണ്ട്, സാലഡുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു ഗൈസ്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം കോഴി തന്നെ മുട്ടയുണ്ട് കേട്ടോ, കോഴിയും മുട്ടയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് നിർത്തി പൊരിച്ചതോ ഇരുത്തി പൊരിച്ചതോ കിടത്തി പൊരിച്ചതോ എന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ ആ ആൾ തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഫോർക്കൊക്കെ വെച്ചിട്ട് കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്ത് 4 പേർക്കും സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മുട്ട വരുന്നത്. അങ്ങനെ അതിന് സെറ്റാക്കി തന്നപ്പോഴത്തെ മുട്ട കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് ഗൈസ് വന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്, വെറൈറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ കണ്ണാടി ഉണ്ടല്ലോ നേരെ വണ്ടിയിലോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബൂമറൊക്കെ ഒപ്പിച്ചു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ലോഗുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ.